പണ്ടൊരു 47 ആഗസ്റ്റ് 15 വെള്ളക്കാരിന്റെ വിട്ട കഥ പറയാം. ആ വെള്ളക്കാരിന്റെ വിട്ട കഥ പറയാം. നൂറ് കൊല്ലം മുമ്പ് ആഴികൾ പിന്നിട്ടുകൊണ്ട് പോർച്ചുഗാർ കച്ചവടത്തിന് ഇന്ത്യയിലെത്തി. നൂറ് കൊല്ലം മുമ്പ് ആഴികൾ പിന്നിട്ടുകൊണ്ട് പോർച്ചുഗാർ കച്ചവടത്തിന് ഇന്ത്യയിലെത്തി. കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ട് ദേശത്തു നിന്ന് കപ്പലിൽ കയറിക്കൊണ്ട് വെള്ളക്കാർ ഇന്ത്യയിലെത്തി. ഫിരങ്കി പടയെത്തി, ബൈനറ്റ് തോക്കുമെത്തി, ഭാരതഭൂവിൻ മർദ്ദന ഭരണമെത്തി. പണ്ട് ഭാരതഭൂവിൻ മർദ്ദന ഭരണമെത്തി. തെരുവീതികളിൽ പീരങ്കികളുടെ വെടിനാദം പൊങ്ങി. നാടാകെ ദാരിദ്ര്യ ചൂളയിലെരിയവേ. ഭാരതമാതാവിൻ കൈകളിൽ പൂജങ്ങല കാൺകവേ. നാടാകെ ദാരിദ്ര്യ ചൂളയിലെരിയവേ. ഗാന്ധി, നെഹ്റു, തിലകൻ, ആസാദ് അങ്ങനെ ഒട്ടേറെ ധീര ഭാരത നേതാക്കന്മാരങ്ങനെ ആവേശം നൽകി. ജനത എങ്ങും മുന്നേറി. സത്യാഗ്രഹമാവിടെ, സമരങ്ങളിവിടെ. നാടാകെ ആവേശത്താൽ പൊറുതിമുട്ടിപ്പോയി. സമരം കണ്ടു ഞെട്ടിപ്പോയി. ആ വെള്ളക്കാരുടെ അധികാരത്തിന് കോട്ടം തട്ടിപ്പോയി. ആ വെള്ളക്കാരുടെ അധികാരത്തിന് കോട്ടം തട്ടിപ്പോയി. വരുന്നിതാ 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 തീരെഴുന്ന ഭാരതീയ ധീരജവാന്മാർ, ഞങ്ങൾ ധീരജവാന്മാർ. ഇന്ത്യയിലെ ഭരണം വിട്ട് ബ്രിട്ടന്റെ കൊടിയും കൊണ്ട് കെട്ടെല്ലാം കപ്പലിൽ കയറ്റി വെള്ളക്കാർ പോയി. ഇന്ത്യയിലെ ഭരണം വിട്ട് ബ്രിട്ടന്റെ കൊടിയും കൊണ്ട് കെട്ടെല്ലാം കപ്പലിൽ കയറ്റി വെള്ളക്കാർ പോയി. എന്റെ നാട് ഭാരതം, ലോകമെങ്ങും കീർത്തി കേട്ട ഭാരതം. എന്റെ നാട് ഭാരതം, ലോകമെങ്ങും കീർത്തി കേട്ട ഭാരതം. എന്റെ നാട് ഭാരതം, ലോകമെങ്ങും കീർത്തി കേട്ട ഭാരതം. എന്റെ നാട് ഭാരതം, ലോകമെങ്ങും കീർത്തി കേട്ട ഭാരതം.